ഹായ് എവ്രി വൺ, വെൽക്കം ടു നിഷ എജു ഹബ്. സോ ഇന്ന് നമ്മളുടെ ടോപ്പിക് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ UGC നെറ്റ് പേപ്പർ 2 മാനേജ്മെന്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നമ്മൾ ഹെൻറി ഫയോളിന്റെ ക്വാളിറ്റീസ് ഓഫ് മാനേജർ എന്തൊക്കെയാണെന്നുള്ളത് നോക്കും. അതുപോലെ തന്നെ ബിഗ് 5 പേഴ്സണാലിറ്റി ട്രേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ നിന്നും. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഫാക്ട്സ്, ലേബർ ആക്ട്സ് അതിനെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ഹെൻറി ഫയോൾ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് കോമ്പിനേഷൻസ് ഓഫ് ക്വാളിറ്റീസ് ആർ റിക്വയർഡ് ഇൻ എ മാനേജർ? ഇപ്പൊ ഹെൻറി ഫയോളിന്റെ അനുസരിച്ചിട്ട് ഈ പറയുന്നതിനകത്ത് ഏതൊക്കെ കോമ്പിനേഷൻസ് ഓഫ് ക്വാളിറ്റീസ് ആണ് ഒരു മാനേജറിൽ വേണ്ടുന്നത്? അപ്പൊ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, Henry Fayol categorized the essential personal trait required for a successful manager. അപ്പൊ ഹെൻറി ഫയോള് ഈ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന് പുറമെ സക്സസ്ഫുൾ മാനേജറിന് വേണ്ടുന്ന പേഴ്സണൽ ട്രേറ്റ്സ്, ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എല്ലാവർക്കും അറിയാമല്ലോ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അത് ഈ ഒരു നമ്മളുടെ ചാനലില് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് കൊടുത്തിട്ടുണ്ട്. സോ അത് നിങ്ങൾ കാണുക. ഓക്കെ, ഏതൊക്കെയാണ് 14 പ്രിൻസിപ്പിൾസ്? അപ്പൊ ഇത് പറഞ്ഞപ്പം 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റും കൂടി നമുക്കൊന്ന് റിക്കളക്ട് ചെയ്യാം. ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, subordination of individual interest, remuneration, centralization, scalar chain, order, equity, stability of tenure, initiative and esprit de corps. ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി. നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹെൻറി ഫയോളിന്റെ അനുസരിച്ചിട്ട് ക്വാളിറ്റീസ് ഓഫ് മാനേജർ ഏതൊക്കെയാണെന്നാണ്. 6 ക്വാളിറ്റീസ് ആണ് ഹെൻറി ഫയോൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പേഴ്സണൽ ട്രേറ്റ്സ്, വ്യക്തിഗതമായിട്ടുള്ള സവിശേഷതകൾ ഏതൊക്കെയാണെന്നാണ്. ഫസ്റ്റ് ഫിസിക്കൽ, മെന്റൽ, മോറൽ, എഡ്യൂക്കേഷൻ, ടെക്നിക്കൽ ആൻഡ് എക്സ്പീരിയൻസ്. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു മാനേജറിന് ഫിസിക്കൽ ക്വാളിറ്റീസ് വേണം, അല്ലെങ്കിൽ ഫിസിക്കൽ സ്ട്രെങ്ത്, അല്ലെ? ഫിസിക്കൽ ആയിട്ടുള്ള എബിലിറ്റി വേണം. അതായത് ആരോഗ്യം, ഹെൽത്ത്, വിഗർ, അതായത് ആരോഗ്യം, ചൈതന്യം, ഊർജ്ജസ്വലത, ഓജസ്, തേജസ് എന്നൊക്കെ പറയത്തില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം ഫിസിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്തി ആയിരിക്കണം, ചൈതന്യം ഉള്ളതായിരിക്കണം, ഊർജ്ജസ്വലത ഉണ്ടായിരിക്കണം. ഓക്കെ, വിഗർ, അതാണ് വിഗർ എന്ന് ഉദ്ദേശിക്കുന്നത്, ഹെൽത്ത് ആൻഡ് വിഗർ. ഈ ഫിസിക്കൽ എബിലിറ്റി, ഫിസിക്കൽ സ്ട്രെങ്ത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മെന്റൽ സ്ട്രെങ്ത്. അങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാം. ഫിസിക്കൽ സ്ട്രെങ്ത് പോലെ പ്രധാനപ്പെട്ടതാണ് മെന്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. മെന്റൽ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയാം? ദാറ്റ്സ് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ്, കാര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ജഡ്ജ് ചെയ്യാനും ആ ഓരോ പർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ, ഒരു പർട്ടിക്കുലർ എൻവയോൺമെന്റിൽ അഡാപ്റ്റഡ് ആവാനും ഒക്കെ ഉള്ളൊരു മെന്റൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ മെന്റൽ സ്ട്രെങ്ത് മാനേജറിന് വേണം. പിന്നെ മോറൽ, ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ടാവണം, മെന്റൽ സ്ട്രെങ്ത് ഉണ്ടാവണം, മോറൽ സൈഡും നല്ലതായിരിക്കും. നമ്മൾ ഒരു മോറൽ വശം നമ്മൾ ചിന്തിക്കത്തില്ലേ? അതായത് ഒരു വിശ്വാസ്യത, ലോയൽറ്റി, ഡിഗ്നിറ്റി, അന്തസ്, എ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം, ഈ കാര്യങ്ങളൊക്കെ എവിടെ വരുന്നതാണ്? മോറൽ സ്ട്രെങ്തിൽ വരുന്നതാണ് മോറൽ. അതുപോലെ നെക്സ്റ്റ് വരുന്നത് എഡ്യൂക്കേഷൻ ആണ്. ഇത്രയധികം കാര്യങ്ങൾ ഉണ്ടെങ്കിലും അക്കാഡമിക് പരമായിട്ട് എന്ത് വേണം? ഒരു നിലവാരം ഉണ്ടായിരിക്കണം. അപ്പൊ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, അല്ലെ? ഒരു ആ ചെയ്യുന്ന ജോലികൾക്ക് അപ്പുറം സബ്ജക്ട് മാറ്ററിൽ നിന്നും കുറച്ചും കൂടി അറിവ്, അല്ലെ? നമ്മൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും, മാനേജർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മൊത്തത്തിലുള്ള കാര്യങ്ങളെ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ചെയ്യുന്ന ഫംഗ്ഷനേക്കാളിലും ഉപരി മറ്റു മാറ്റേഴ്സുമായിട്ട് ഒരു അറിവുണ്ടായിരിക്കണം. ജനറൽ അക്വൈൻറ്റൻസ് വിത്ത് മാറ്റേഴ്സ് ഔട്ട്സൈഡ് ദ ഇമ്മീഡിയറ്റ് ഫംഗ്ഷൻ. ഓക്കെ, ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? ടെക്നിക്കൽ സ്കിൽസ് ആണ്, അല്ലെ? ചെയ്യുന്ന എന്താ ജോലിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു അറിവ് വേണം. പിന്നെ വരുന്നത് എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം ജോലി ചെയ്ത് നേടിയെടുക്കേണ്ട ഒന്നാണ് എക്സ്പീരിയൻസ്, അല്ലെ? ആ ഒരു വർക്ക് ഫ്ലോറിൽ നിന്നും കിട്ടുന്ന നോളജ്, പ്രാക്ടിക്കൽ നോളജ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് റൈസിങ് ഫ്രം ദ വർക്ക് ഫ്ലോർ, അതാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും 6 പേഴ്സണൽ ക്വാളിറ്റീസ്, പേഴ്സണൽ ട്രേറ്റ്സ് ആണ് ഹെൻറി ഫയോൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഓപ്ഷനിൽ ഏതൊക്കെയാണ് ആൻസർ വരുന്നത്? ഫിസിക്കൽ, മെന്റൽ, മോറൽ, എഡ്യൂക്കേഷണൽ, ടെക്നിക്കൽ ആൻഡ് എക്സ്പീരിയൻസ്. സോ ഹെൻറി ഫയോൾ അനുസരിച്ചിട്ട് കോമ്പിനേഷൻ ഓഫ് ക്വാളിറ്റീസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഫിസിക്കൽ, മെന്റൽ, മോറൽ, എഡ്യൂക്കേഷണൽ, ടെക്നിക്കൽ ആൻഡ് എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പം
ഇത്രയും കാര്യങ്ങളാണ്, ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇങ്ങനെ അങ്ങ് ജസ്റ്റ് ചിന്തിച്ചാൽ മതി. ഫിസിക്കൽ സ്ട്രെങ്ത് വേണം, മെന്റൽ സ്ട്രെങ്ത് വേണം, മോറൽ സൈഡും ഓക്കെ ആയിരിക്കണം. പിന്നെ അക്കാഡമിക്സ് പരമായിട്ട് ചിന്തിച്ചാൽ വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസം മാത്രം പോരാ, ഒരു പ്രാക്ടിക്കൽ സ്കിൽ, ടെക്നിക്കൽ സൈഡും കൂടി അറിഞ്ഞിരിക്കണം. പിന്നെ രണ്ടും കൂടി ചേർന്ന് ജോലിയിൽ കിട്ടി എന്ത് വേണം, എക്സ്പീരിയൻസ് വേണം. അപ്പൊ അങ്ങനെ ഓർത്താൽ നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാം. ഫിസിക്കൽ, മെന്റൽ, മോറൽ, എഡ്യൂക്കേഷൻ, ടെക്നിക്കൽ ആൻഡ് എക്സ്പീരിയൻസ്. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് ബിഗ് 5 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ബിഗ് 5 പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. ആ ഒരു ബിഗ് 5 പേഴ്സണാലിറ്റി മോഡൽ എന്നൊക്കെ പറയുന്ന പോർഷനിലെ ഒരു ഭാഗമാണ്. അതില് ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് അല്ലെ, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, in the big 5 personality factors, widely accepted personality traits are mentioned. The trait of being dependable, organized, conforming and persevering on task is called dash. അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എക്സ്ട്രോവേർഷൻ, ഓപ്ഷൻ ബി കോൺഷ്യസ്നെസ്, ഓപ്ഷൻ സി എഗ്രിബിൾനെസ് ആൻഡ് ഓപ്ഷൻ ഡി ഇമോഷണൽ സ്റ്റെബിലിറ്റി. ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്തൊക്കെയാണ് ബിഗ് 5 പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്ന് നോക്കാം. ബിഗ് 5 പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വ്യക്തി ഗുണങ്ങളാണ്. ഓക്കെ, വ്യക്തികളുടെ സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ നമുക്ക് പറയാം, പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. അപ്പം ഈ ഒരു 5 പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഇത് കുറച്ച് സൈക്കോളജി റിലേറ്റഡ് ടോപ്പിക് ആണ്. സൈക്കോളജി ചിലപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസിനും ഈ ഒരു ടോപ്പിക് ഉണ്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു അറിവ്. ഓക്കെ, അപ്പം ആ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ്സ് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. അപ്പം ബിഗ് 5 പേഴ്സണാലിറ്റി ട്രേറ്റ്സ് അതിനെ നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാനായിട്ട് ഒരു അക്രോണിം ഓഷ്യൻ എന്നൊന്ന് ഓർത്ത് വെക്കുക. ഓഷ്യൻ എന്ന് പറയുന്ന ഒരു അക്രോണിം ഓർത്ത് വെക്കുക. അതിൽ ഒ എന്ന് പറയുന്നത് എന്താണ്, ഓപ്പൺനെസ് അല്ലെങ്കിൽ ഓപ്പൺ മൈൻഡഡ്നെസ്. സി എന്താണ്, കോൺഷ്യസ്നെസ്. ഇ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാവേർഷൻ അല്ലെങ്കിൽ എക്സ്ട്രോവേർഷൻ എന്നും പറയാം. ഓക്കെ, എക്സ്ട്രാവേർഷനോ എക്സ്ട്രോവേർഷനോ വേണമെങ്കിലും പറയാം. പണ്ടത്തെ സൈക്കോളജി റിലേറ്റഡ് ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ എക്സ്ട്രാവേർഷൻ എന്നാണ്. പിന്നീട് നമ്മൾ പ്രൊണൗൺസ് ചെയ്ത് എക്സ്ട്രോവേർഷൻ, ഇൻട്രോവേർഷൻ എന്നൊക്കെ വന്നു. അതിൽ തെറ്റൊന്നുമില്ല, രണ്ടും കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കുകൾ തന്നെ ഫോളോ ചെയ്ത് പോകാം. ഇനി ഓപ്ഷൻസിനകത്ത് ചിലപ്പോൾ എക്സ്ട്രോവേർഷൻ എന്ന് കണ്ടാലും തെറ്റൊന്നുമില്ല, രണ്ടും സെയിം കറക്റ്റ് ആണ്, ശരിയാണ്. നമ്മൾ പറയത്തില്ല എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ട്, അത് തന്നെ ഉള്ളു സംഭവം. എ എന്ന് പറയുന്നത് എഗ്രിബിൾനെസ് ആണ്. എൻ എന്ന് പറയുന്നത് ന്യൂറോട്ടിസിസം എന്ന് പറഞ്ഞാൽ ഇമോഷണൽ സ്റ്റെബിലിറ്റിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഈ പറയുന്ന ന്യൂറോട്ടിസിസം എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഏതൊക്കെയാണ്, ഓപ്പൺനെസ്, കോൺഷ്യസ്നെസ്, എക്സ്ട്രാവേർഷൻ അല്ലെങ്കിൽ എക്സ്ട്രോവേർഷൻ, എഗ്രിബിൾനെസ് ആൻഡ് എൻ എന്ന് പറയുന്ന ന്യൂറോട്ടിസിസം. ചിലടത്ത് ചിലപ്പോൾ ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്നും ചില ഓപ്ഷൻസിലുണ്ട്, തെറ്റൊന്നുമില്ല. ന്യൂറോട്ടിസിസത്തിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് വരുന്നതാണ് ഒരവസ്ഥയാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാല്ലേ, ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകൾ, അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ന്യൂറോട്ടിസിസം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നും നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ ആദ്യം തന്നെ നോക്കിക്കേ, ഓപ്പൺനെസ്. ഈ ഓപ്പൺനെസ് എന്ന് പറഞ്ഞ എന്താണ്, തുറന്ന പ്രകൃതം അല്ലേ, ഒരു ഓപ്പൺ ബുക്ക് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ എല്ലാവരോടും വളരെ ഓപ്പൺ ആയിട്ട് ഇടപഴകുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന തുറന്ന ഒരു പ്രകൃതം, വളരെ ട്രാൻസ്പെറന്റ് ആണ്, സുതാര്യതയുള്ള ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. വളരെ വെരി ഓപ്പൺ മൈൻഡഡ് എന്ന് പറയത്തില്ല, ചില ആളുകൾ എപ്പോഴും ഒരു തുറന്ന പുസ്തകം പോലെയാണ്, വളരെ തുറന്ന ഒരു പ്രകൃതമായിട്ടുള്ള ആളുകളാണ് ഓപ്പൺനെസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തുറന്ന പ്രകൃതമുള്ള ആളുകളുടെ ഒരു ലെവൽ ഓഫ് ക്യൂരിയോസിറ്റി, അത്തരത്തിലുള്ള ആളുകളുടെ ലെവൽ ഓഫ് ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി, വില്ലിങ്നെസ് ടു എക്സ്പ്ലോർ ന്യൂ ഐഡിയാസ്, പുതിയ പുതിയ ഐഡിയാസുകളൊക്കെ കണ്ടെത്തുക, അത് ക്രിയേറ്റീവായിട്ട് വിനിയോഗിക്കുക, അവരുടെ ഇമാജിനേഷൻ പവേഴ്സ് അല്ലെങ്കിൽ ഇമാജിനേറ്റീവ് സ്കിൽസ് എന്നൊക്കെ പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതേസമയം തുറന്ന പ്രകൃതമല്ല, വളരെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരെപ്പോഴും അവരുടേതായിട്ടുള്ള ഒരു ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ദൈനംദിനം ചെയ്തു പോകുന്ന റുട്ടീൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, റുട്ടീൻ ആയിട്ടുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ഇത്തരത്തില് അതുമായിട്ടങ്ങ് പൊരുത്തപ്പെട്ടു പോകുന്ന ഇതാണ് ഈ ഓപ്പൺനെസ് അല്ലാത്ത വ്യക്തികളുടെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, പീപ്പിൾ ലോ ഇൻ ഓപ്പൺനെസ് ദേ പ്രിഫർ റുട്ടീൻ ആൻഡ് ഫെമിലിയർ തിങ്സ്. അതേസമയം ഓപ്പൺനെസ് തുറന്ന പ്രകൃതമുള്ള ആളുകളാണെങ്കിൽ ദേ ആർ ക്രിയേറ്റീവ്, ക്യൂരിയസ് ആൻഡ് ഇമാജിനേറ്റീവ് എന്നാണ് പറയുന്നത്. പുതിയ പുതിയ ആശയങ്ങൾ, അനുഭവങ്ങളൊക്കെ നേടാനുള്ള ഒരു താല്പര്യമാണ് ഓപ്പൺ മൈൻഡഡ്നെസ് ആയിട്ടുള്ള ആളുകൾക്ക് ഉള്ളത്. ഓക്കെ, രണ്ടും ഓക്കെ ആണല്ലോ. അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നെസ് ആണ്. കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് നമുക്ക് പറയാം, ഒരു ഉത്തരവാദിത്ത ബോധം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഒരു ഹൈലി റെസ്പോൺസിബിൾ ആയിരിക്കും അവര്, ജീവിതത്തിൽ ഒരു
ജീവിതത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും അടുക്കും ചിട്ടയോടും കൂടി പെരുമാറി ജീവിക്കുന്നവരായിരിക്കും. അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ജാഗ്രത പുലർത്തുന്നവരാണ്. എല്ലാത്തിലും ഒരു മനസാക്ഷിത്വം ഉള്ളവരാണ്. അത്തരത്തിലുള്ള ആളുകളാണ്. അത്തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് ആണ് എന്ത് ഈ പറയുന്ന കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഈ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി ഇതില് കുറച്ചും കൂടി നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണെങ്കിൽ എന്താ പറയുന്നത്, കാര്യങ്ങൾ, അതായത് കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടിയും ഉത്തരവാദിത്വത്തോടുകൂടിയും, അതാണ് പറഞ്ഞത്, ഹൈലി റെസ്പോൺസിബിൾ ആണ്. അവർ വളരെ ഒരു ഹൈ ഓർഡർലി അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. അതുപോലെ തെറ്റും ശരിയും ഒക്കെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. ജോലിയിലും ജീവിതത്തിലും ആണെങ്കിൽ പോലും ഈ ഒരു അച്ചടക്കം പാലിക്കുക. ഒരു ഹൈലി ഡിസിപ്ലിൻ, എല്ലാ കാര്യങ്ങളും ഒരു ഓർഗനൈസ്ഡ് ആണ്. ഇപ്പൊ ജോലി ടാസ്കുകളിൽ അവർ ചെയ്യുന്ന വർക്കിലാണെങ്കിലും അവരുടെ ജീവിതത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും വളരെ അച്ചടക്കത്തോടു കൂടി ചെയ്യുന്ന ഒരു പ്രകൃതമാണ് ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു ഉത്തരവാദിത്ത ബോധമുണ്ട്. ലൈഫിലാണെങ്കിലും അവരുടെ ടാസ്കുകളിലാണെങ്കിലും അവർ ഓർഗനൈസ്ഡ് ആണ്. എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയോടും കൂടി ചെയ്യും. ഹാർഡ് വർക്കിംഗ് ആണ്. അതുപോലെ ഡിപ്പെൻഡബിൾ ആണ്. അതേസമയം ഇത്തരത്തിൽ കോൺഷ്യസ്നെസ് കുറവായിട്ടുള്ള ആളുകൾ, പീപ്പിൾ ലോ ഇൻ ദിസ് ട്രേറ്റ്, ഇപ്പം ഇത്തരത്തിൽ ഉത്തരവാദിത്വമില്ലായ്മ എന്നൊക്കെ പറയാം. ഈ ഒരു ട്രേറ്റ് കോൺഷ്യസ്നെസ് കുറവായിട്ടുള്ള ആളുകളാണ് മെസ്സിയാണ്. അവര് എന്താ പറയുന്നത്, ഒരു യാതൊരുവിധ അടുക്കും ചിട്ടയും ഇല്ലാതെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. ദേ ആർ ഈസിലി ഡിസ്ട്രാക്റ്റഡ് ഫ്രം എവറിത്തിങ്. ഓക്കെ, ചെയ്യുന്ന വർക്കുകളിൽ നിന്നാണെങ്കിലും മറ്റു കാര്യങ്ങളിൽ നിന്നും ഒക്കെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറുന്നവരാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ട്രേറ്റ് കുറവുള്ളവര്. മനസ്സിലായോ? ഇനി എക്സ്ട്രാവേർഷനും ഇൻട്രോവേർഷനും ഉണ്ട്. ഇപ്പൊ എക്സ്ട്രാവേർഷൻ എന്ന് പറഞ്ഞാലും എക്സ്ട്രോവേർഷൻ എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. എക്സ്ട്രോവേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുറമേക്കും എല്ലാവരുമായിട്ട് ഇടപഴകുന്ന ഒരു പ്രകൃതമാണ്. വളരെ ടോക്കറ്റീവ് ആണ്. ദേ ആർ ഔട്ട് ഗോയിങ്, എനർജറ്റിക്. പക്ഷെ അതേസമയം ഇൻട്രോവേർഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അവരുടേതായിട്ടുള്ള ഒരു ലോകം. അല്ലെങ്കിൽ ഇൻട്രോവേർഡ്സ്, എക്സ്ട്രാവേർഷന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇൻട്രോവേർഷൻ അല്ലെങ്കിൽ ഇൻട്രാവേർഷൻ എന്ന് പറയാം. എക്സ്ട്രോവേർട്ടും ഇൻട്രോവേർട്ടും ഓർത്താൽ മതി കേട്ടോ. ഇൻട്രോവേർഷൻ എന്ന് പറയുമ്പോൾ ദി ആർ ഗെറ്റിംഗ് എനർജി ഫ്രം ക്വയറ്റ് ടൈം വരുന്നത്. അവർ ചിലപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു ലോകത്ത് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ചെറിയൊരു സർക്കിൾ ഗ്രൂപ്പിൽ മാത്രം ടൈം സ്പെൻഡ് ചെയ്യുന്നവരായിരിക്കും. മനസ്സിലായോ? അത്തരത്തിലുള്ള ആളുകളാണ് ഇൻട്രോവേർട്സ്. അതേസമയം എക്സ്ട്രാവേർഷൻ എന്ന് പറയുമ്പോൾ പുറമേക്ക് ഇറങ്ങി വളരെ സോഷ്യബിൾ ആണ് ആളുകൾ എന്ന് പറഞ്ഞാൽ. വളരെ എനർജറ്റിക് ആണ്, ടോക്കറ്റീവ് ആണ്, ഒരുപാട് എന്താണ് ഔട്ട് ഗോയിങ്, എനർജറ്റിക് ആയിട്ടുള്ള പ്രകൃതമാണ് എക്സ്ട്രാവേർഷൻ എന്ന് പറയുന്നത്. അടുത്തത് എഗ്രിബിൾനെസ് ആണ്. എഗ്രിബിൾനെസ് എന്ന് പറഞ്ഞാൽ, എഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ കാര്യങ്ങളും സമ്മതിക്കുക, ഒരു അനുസരണ അല്ലെങ്കിൽ ഒരു സൗഹൃദ ഭാവം, എല്ലാവരോടും പ്രസാദം, മധുരം, മീൻസ് അത്തരത്തിലുള്ള ഒരു പെരുമാറ്റമാണ്. എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പെരുമാറ്റമാണ് ഈ എഗ്രിബിൾനെസ് എന്ന് പറയുന്നത്. മറ്റുള്ളവരോട് ഭയങ്കര ദയോടുകൂടിയും സഹകരണ മനോഭാവത്തോടെയും സ്നേഹത്തോടെയൊക്കെ പെരുമാറാനുള്ള ഒരു കഴിവാണ് ഈ എഗ്രിബിൾനെസ് എന്ന് പറയുന്നത്. എല്ലാവരെയും സ്നേഹിച്ചും സഹായിച്ചും ഹെൽപ്പ് ചെയ്തും ദേ ആർ കൈൻഡ്ഫുൾ. അവരെയൊക്കെ എന്താണ്? വിശ്വാസമാണ് എല്ലാവരും. അതാണ് ഒരു എഗ്രിബിൾനെസ് ട്രേറ്റ് എന്ന് പറയുന്നത്. എല്ലാ മറ്റു വ്യക്തികളോടൊക്കെ വളരെ ദയോടുകൂടിയും സഹകരണ മനോഭാവത്തോടെയും സ്നേഹത്തോടെയും ഒക്കെ പെരുമാറാനുള്ള ഒരു കഴിവാണ് ഈ പറയുന്ന എഗ്രിബിൾനെസ് എന്ന് പറയുന്നത്. മനസ്സിലാവും? അടുത്തത് ന്യൂറോട്ടിസിസം ആണ്. ന്യൂറോട്ടിസിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇച്ചിരി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അതായത് ന്യൂറോട്ടിസിസം എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള ഈ ആൻസൈറ്റി, ഉത്കണ്ഠ, സ്ട്രെസ്, ടെൻഷൻ, ഡിപ്രഷൻ, വിഷാദം, പേടി, ഫിയർ, മറ്റ് വൈകാരികമായിട്ടുള്ള അസ്ഥിരതകൾ, മൂഡ് സ്വിങ്സ്. അപ്പൊ ഇത്തരത്തിലുള്ള എന്താണ് വളരെ നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ നമുക്ക് ഒരിക്കലും നിഷേധാത്മകമായിട്ടുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ്, വികാരങ്ങൾ തീവ്രമായി അനുഭവപ്പെടുന്ന ഒരു വ്യക്തിത്വ സ്വഭാവമാണ്. മീൻസ് ഒരു വ്യക്തിക്ക് ഇപ്പം വളരെയധികം അമിതമായിട്ടുള്ള ഉത്കണ്ഠ, ഭയം, ആശങ്ക, പേടി, എന്താണ് ടെൻഷൻ എന്ന് വെച്ചാൽ മൂഡ് സ്വിങ്സ് ആണ് പല രീതിയിൽ. ചിലപ്പോൾ സങ്കടം, സന്തോഷം, ഭയം, ഇതൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് വരുന്ന വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു വികാരങ്ങൾ തീവ്രമായിട്ട് അനുഭവപ്പെടുന്ന ഒരു വ്യക്തിത്വ സ്വഭാവമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ന്യൂറോട്ടിസിസം എന്ന് പറയുന്നത്. എപ്പോഴും ഇങ്ങനെ ടെൻഷനാണ്, ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടുള്ള ഉത്കണ്ഠ, പെട്ടെന്നുള്ള ഒരു പേടി, ഇതൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് തീവ്രമായിട്ട് ഒരു വ്യക്തി ഇങ്ങനെ ആ ഒരു സ്വഭാവമാണ്, ആ ഒരു വ്യക്തിത്വ സ്വഭാവമാണ് ഈ പറയുന്ന ന്യൂറോട്ടിസിസം എന്ന് പറയുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ടുള്ളൊരു അസ്ഥിരതയാണ്. മീൻസ്
സ്റ്റേബിൾ അല്ല, ഇമോഷണലി സ്റ്റേബിൾ അല്ല അവര്. അപ്പൊ ഈ ന്യൂറോട്ടിസിസത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ പറയുന്ന ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകൾ എന്താ ചെയ്യുന്നത്, അവർക്ക് ഇപ്പൊ എത്രത്തോളം പ്രഷർ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ എന്താ പറയുന്നത്, എന്താ ആങ്സൈറ്റി ഒക്കെ, അവർ ആ സമയത്ത് അവര് കാമാണ്, ഇമോഷണലി സ്റ്റേബിൾ ആണ്. അവരിപ്പോ എത്ര പ്രഷർ ആണെങ്കിലും ദേ ആർ ഫീലിംഗ് കാം, അല്ലെങ്കിൽ സ്ട്രെസ്സുകൾ അത്തരത്തിൽ കൂടുതലായിട്ടൊന്നുമില്ല, ദേ ആർ കാം അണ്ടർ പ്രഷർ. ഈ ന്യൂറോട്ടിസിസത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ഇമോഷണലി സ്റ്റേബിൾ എന്ന് പറയുന്നത്. ന്യൂറോട്ടിസിസം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അമിതമായിട്ടുള്ള ഉത്കണ്ഠ, അനാവശ്യമായിട്ടുള്ള പേടികള്, എന്താ എപ്പോഴും ടെൻഷൻ, മൂഡ് സ്വിങ്സ്. ഇപ്പൊ ഇമോഷണലി അവര് മാനസികമായിട്ടുള്ള ഒരു അസ്ഥിരതയാണ്. ഇതൊക്കെ തീവ്രമായിട്ട് അനുഭവപ്പെടുന്ന ഒരു വ്യക്തിത്വ സ്വഭാവമാണ് ഈ പറയുന്ന ന്യൂറോട്ടിസിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇമോഷണലി സ്റ്റേബിൾ. ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകൾ എപ്പോഴും ദേ ആർ കാം അണ്ടർ പ്രഷർ. എത്ര പ്രഷർ ആണെങ്കിലും ദേ ആർ കാം. ഓക്കെ, അപ്പം അതാണ് ന്യൂറോട്ടിസിസം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ന്യൂറോട്ടിസിസത്തിന്റെ മറ്റു സവിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഉത്കണ്ഠ, ആങ്സൈറ്റി, അമിതമായിട്ടുള്ള ഉത്കണ്ഠ, ഭയം, ഫിയർ, വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും അനാവശ്യമായിട്ടുള്ള ആദിയും പേടിയും ഒക്കെയാണ്. വളരെ ചെറിയൊരു കാര്യമാണ്, പക്ഷെ ആ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെ ആങ്സൈറ്റി ആണ്, അവർക്ക് അതിൽ പേടിയാണ്. അതാണ് ഇതിന്റെ മറ്റൊരു സവിശേഷം. ഇനി വൈകാരികമായിട്ടുള്ള മീൻസ് മൂഡ് സ്വിങ്സ് ആണ്. ഇപ്പം ദേഷ്യം വരും, അത് കഴിയുമ്പോൾ സങ്കടം, പിന്നീട് ഒരു പിന്നെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് എന്താണ് സ്വന്തമായിട്ടൊരു ഫ്രസ്ട്രേഷൻ, ഒരു ലജ്ജയാണ്, അവരോട് തന്നെ ഒരു ഇതില്ലാതിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ഉള്ളൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഇത്തരത്തിൽ ചിലപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ അവർക്കൊരു സന്തോഷവും കിട്ടിയെന്നിരിക്കും. അപ്പൊ ഇങ്ങനെ ഓരോ മൂഡ് സ്വിങ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്, മൂഡ് സ്വിങ്സ്, ഒരു അസ്ഥിരതയാണ്. ഇമോഷണലി ഒരു വൈകാരികമായിട്ടുള്ള ഒരു അസ്ഥിരതയാണ്. വൈകാരികമായ ചാഞ്ചാട്ടം, സന്തോഷമാവും, പിന്നെ കുറച്ച് സങ്കടം, പിന്നെ പേടി, ഉത്കണ്ഠ, ഇതിന്റെ ഇടയ്ക്ക് മൈന്യൂട്ടായിട്ട് ചിലപ്പോൾ ഒരു സന്തോഷവും കിട്ടും. ഓക്കെ, ഇനി സമ്മർദ്ദം, ടെൻഷൻ നേരിടാനുള്ള ബുദ്ധിമുട്ടാണ്. ചെറിയൊരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു പ്രഷർ ഒക്കെ വന്നു കഴിയുമ്പോൾ അവരതിലങ്ങ് ഫെഡപ്പ് ആയി പോകും. ഓക്കെ, ചെറിയൊരു പ്രതിസന്ധികളെ പോലും താങ്ങാൻ കഴിയാതെ വരിക. ഇത്തരത്തിലുള്ള ആളുകൾക്ക്, ഈ ഒരു ന്യൂറോട്ടിസിസം ഉള്ള വ്യക്തികൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം പോലും, പ്രഷർ അല്ലെങ്കിൽ ഒരു ടെൻഷൻ പോലും നേരിടാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ചെറിയ പ്രതിസന്ധികളെ പോലും താങ്ങാൻ കഴിയാതെ വരിക. അപ്പൊ ഇതൊക്കെയാണ് ഈ ന്യൂറോട്ടിസിസത്തിനകത്ത് വരുന്ന കാര്യങ്ങൾ. ന്യൂറോട്ടിസിസം ചിലപ്പം സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചോദിക്കാനും പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ന്യൂറോട്ടിസിസം. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പൊ ഇത്രയുമാണ് 5 പേഴ്സണാലിറ്റി ട്രേറ്റ്സ്: ഓപ്പൺനെസ്, കോൺഷ്യസ്നെസ്, എക്സ്ട്രാവേർഷൻ, എഗ്രിബിൾനെസ്, ന്യൂറോട്ടിസിസം. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇൻ ദ ബിഗ് 5 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് വൈഡ്ലി അക്സെപ്റ്റഡ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആർ മെൻഷൻഡ്. ദ ട്രേറ്റ് ഓഫ് ബീയിങ് ഡിപ്പെൻഡബിൾ, ഓർഗനൈസ്ഡ്, കൺഫോമിങ് ആൻഡ് പെർസിവറിങ് ഓൺ ടാസ്ക്. ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ജോലിയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും വളരെ അടുക്കും ചിട്ടയോടും കൂടി എല്ലാ കാര്യങ്ങളും ഓർഗനൈസ്ഡ് ചെയ്ത് ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി സ്വഭാവം, ഒരു വ്യക്തിത്വ ഗുണം, ഒരു ട്രേറ്റ് എന്ന് പറയുന്നതിനെ നമ്മൾ എന്താ പറയുന്നത്? ഓപ്ഷൻ ബി, കോൺഷ്യസ്നെസ്, ഉത്തരവാദിത്ത ബോധം, അല്ലെങ്കിൽ കൃത്യത, ജാഗ്രത. ഇതൊക്കെ എന്താണ്? കോൺഷ്യസ്നെസ്. സോ ദ ട്രേറ്റ് ഓഫ് ബീയിങ് ഡിപ്പെൻഡബിൾ, ഓർഗനൈസ്ഡ്, കൺഫോമിങ് ആൻഡ് പെർസിവറിങ് ഓൺ ടാസ്ക് ഈസ് കോൾഡ് കോൺഷ്യസ്നെസ്. മനസ്സിലായോ? ജീവിതത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും ഡിസിപ്ലിൻഡ് ആയിട്ട്, ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങളെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വ ഗുണം, ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാമേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലേബർ ലോ റിലേറ്റഡ് ടു വേജസ്? അതായത് വേജസുമായിട്ട് ബന്ധമല്ലാത്ത, വേജസിനെ റെഗുലേറ്റ് ചെയ്യാത്ത, അതുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത ലേബർ ലോ ഇതിലേതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് 1923, the Payment of Bonus Act 1965, option C, Payment of Wages Act 1936, and option D, Minimum Wages Act 1940. അപ്പൊ ഇത് തന്നെ നോക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഓപ്ഷൻ എ ആണ്. അതായത് വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് ആണ്. ഇത് വേജസുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് റിലേറ്റഡ് അല്ലാത്ത ഒരു ലേബർ ലോ ആണ്. കാരണം വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. കോമ്പൻസേഷൻ ആണ്, അതായത് നഷ്ടപരിഹാരമാണ്. അതായത് ഇപ്പം വർക്ക് സൈറ്റുകളിൽ വർക്കേഴ്സിനോ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുമ്പം അവർക്ക് കൊടുക്കുന്ന ഫിനാൻഷ്യൽ കോമ്പൻസേഷനുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് ആണ് വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ജോലി സ്ഥലങ്ങളിൽ
ഇൻഡസ്ട്രിയൽ ആക്സിഡന്റുകൾ ഉണ്ടാവുക, ഒക്കുപേഷണൽ ഡിസീസസ് അല്ലെങ്കിൽ ഡെത്ത്, ജോലിയിൽ എംപ്ലോയ്മെന്റ് ടൈമിൽ തന്നെ മരണം സംഭവിക്കുക, ആക്സിഡന്റൽ ഡെത്ത് ഉണ്ടാവുക, ആക്സിഡൻസുകൾ ഉണ്ടാകുക, ഡിസബിലിറ്റി ഉണ്ട്, ഒക്കുപേഷണൽ ഡിസീസസ് ഉണ്ടാകുക. അപ്പൊ ആ സമയത്തൊക്കെ അവിടെ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ വർക്കേഴ്സും അവരുടെ ഡിപ്പെൻഡൻസ്, അവരെ ആശ്രയിക്കുന്നവർക്കും ഫിനാൻഷ്യൽ കോമ്പൻസേഷൻ കൊടുക്കുക, നഷ്ടപരിഹാരം കൊടുക്കുന്നതാണ് വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് 1923 എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ വേജസുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത ഒരു ലേബർ ലോ ആണ്. ബാക്കി മൂന്നും വേജസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലേബർ ലോ ആണ്. അപ്പൊ ഇതിനോടൊപ്പം തന്നെ മറ്റു കുറച്ച് ലേബർ ലോസ് ഉണ്ട്. ആ ലേബർ ലോസ് ഒന്ന് ഡേറ്റ് സഹിതം, വർഷം സഹിതം, ഒന്ന് ഇയർ വൈസ് ആയിട്ടൊന്ന് വർഷവും കൂടി ചേർത്ത് പഠിച്ചു വെക്കാം. ഇതും ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഏതൊക്കെയാന്ന് നോക്കിയേ. ഫാക്ടറീസ് ആക്ട് 1948, Trade Unions Act 1926, the Payment of Wages Act 1936, the Minimum Wages Act 1948, Employees State Insurance Act 1948, Workmen's Compensation Act 1923, the Payment of Bonus Act 1965, the Payment of Gratuity Act 1972, the Maternity Benefit Act 1961, the Apprentice Act 1961, Industrial Employment or Standing Orders Act 1946. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയെങ്കിലും മിനിമം കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കുക. അപ്പം ഇത്ര ഓർത്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ. ഈ പേഴ്സണാലിറ്റി ട്രേറ്റ്സും ആ ഒരു ടോപ്പിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻസും എഴുതാൻ പറ്റും. അതുപോലെ ഈ ഡേറ്റ്സുകൾ പഠിച്ചു വെക്കുക. പിന്നെ നമ്മളുടെ ആദ്യം പറഞ്ഞ ഹെൻറി ഫയോളിന്റെ ക്വാളിറ്റീസ് ഓഫ് മാനേജേഴ്സ്. സോ താങ്ക് യു.